2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വലിയ തോതിലുള്ള ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലെടുത്തു പറയാനുള്ളത്, തിരഞ്ഞെടുപ്പ് പടിവാതിലുകൾ എത്തി നിൽക്കെ തന്നെ പല രീതിയിലുമുള്ള സർവേ റിസൾട്ടുകൾ, ദേശീയ സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങൾ എന്താണ്? ഒരു അട്ടിമറിയാണോ ഉണ്ടാകാൻ പോകുന്നത്? അതല്ല ഒരു തുടർഭരണമാണോ ഉണ്ടാകാൻ പോകുന്നത്? മൂന്നാം മുന്നണി ശക്തിപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അട്ടിമറി എന്തായിരിക്കും? അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാനായി പോകുന്നത് പത്തനംതിട്ടയിൽ ഇത്തവണ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം പത്തനംതിട്ടയിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ്? പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ, റാന്നി, ആറന്മുള, അടൂർ, കോന്നി, തിരുവല്ല, ഈ 5 ഇടങ്ങളിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും എല്ലായിടവും LDFിൻ്റെ ഒരു മയം തന്നെയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. ഒരു തരംഗം, അതായത് LDF തൂത്തുവാരി, 5-5 തൂത്തുവാരുന്ന തരത്തിലൂടെ 2021 കാര്യങ്ങൾ മാറി മറിഞ്ഞ ഒരു സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. UDFിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. തീർച്ചയായിട്ടും വരുന്ന 2026 എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? LDF തരംഗമുണ്ടാകുമോ പത്തനംതിട്ടയിൽ? അതല്ല LDFിന് അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പത്തനംതിട്ടയിൽ മാറുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും LDFിന് അടിപതറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് നോക്കാം. ആദ്യം റാന്നി നോക്കാം. റാന്നിയിൽ 2021 LDF ആയിരുന്നു. അവിടെ തീർച്ചയായിട്ടും ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതായത് UDFിലേക്ക് ആ സീറ്റ് പോകാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. BJP വോട്ടുകൾ കൂടാനും സാധ്യതയുണ്ട്. അതായത് BJPക്ക് നിലവിൽ 20,000-ൽ കൂടുതൽ വോട്ടുകൾ ഉണ്ട് അവിടെ. പക്ഷേ അത് 2026 ആകുമ്പോഴത്തേക്കും വീണ്ടും കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് വളരെ വലിയ തോതിൽ നടക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്ന ഒരു സ്ഥലമാണ് റാന്നി. അവിടെ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നു. LDFിന് സീറ്റ് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. ഇനി രണ്ടാമത്തത് ആറന്മുളയാണ്. ആറന്മുളയിൽ നിലവിൽ LDF ആണ്. പക്ഷേ ആ സീറ്റിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. UDF LDF ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറും. BJP വോട്ടുകൾ നിർണായകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും. ഇനി അടൂരിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ LDF ആണ്. ആ സീറ്റ് UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നു. BJP വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. നിലവിൽ 25,000-ൽ കൂടുതൽ BJPക്ക് അവിടെ വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഇനിയും കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. തീർച്ചയായിട്ടും BJP വോട്ടുകൾ അവിടെ നിർണായകമാവും. LDF സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയും നിലവിൽ കാണുന്നു. ഇനി കോന്നിയിലേക്ക് വരുമ്പോഴത്തേക്കും കോന്നിയിൽ നിലവിൽ LDF ആണ്. അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് പറയുന്നത്. BJPക്കും നല്ലൊരു ശതമാനം വോട്ടുള്ള ഒരു സ്ഥലമാണ്. 35,000-ൽ കൂടുതൽ വോട്ടുകൾ BJP അവിടെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്. തീർച്ചയായിട്ടും അവിടെ LDF UDF BJP പോരാട്ടമായി മാറുമെന്ന് മാത്രമല്ല, അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികളായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥലമായിരിക്കും കോന്നി എന്ന് പറയുന്നത്. തിരുവല്ലയാണ് അടുത്തതെന്ന് പറയുന്നത്. തിരുവല്ലയിൽ നിലവിൽ LDF ആണ്. അവിടെ LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം LDFിന് തന്നെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും, അതായത് ഈ 5 സ്ഥലങ്ങൾ, റാന്നി, ആറന്മുള, അടൂർ, കോന്നി, തിരുവല്ല, ഈ 5 സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും 2021 LDF എല്ലാ സ്ഥലവും തൂത്തുവാരിയ ഒരു ഇടമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അവിടെ 2026 വരുമ്പോഴത്തേക്കും LDFിന് സീറ്റ് നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് LDFിനെ സംബന്ധിച്ചിടത്തോളം 5 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് 5-ൽ കുറയുമെന്ന് തന്നെയാണ് വ്യക്തമായി മനസ്സിലാവുന്നത്. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ 2-3 സീറ്റ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതേസമയം UDFിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം 2-3 സീറ്റ് നേടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതും വ്യക്തമാവുന്നു. BJPക്ക് സീറ്റുകളൊന്നും തന്നെ പറയുന്നില്ലെങ്കിൽ പോലും
BJP വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലയിടങ്ങളിൽ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ LDFന് തൂത്തുവാരൽ ഇത്തവണ നടക്കത്തില്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. UDF ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വ്യക്തമായി പറയുന്നു. അതായത് UDF സീറ്റുകൾ മാക്സിമം ഒരു 2 സീറ്റോ 3 സീറ്റോ എത്തുന്ന തരത്തിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. LDFന് നിലവിലുള്ള 5 സീറ്റുകളിൽ നിന്ന് കുറവ് സംഭവിക്കും. 2-3 സീറ്റുകൾ കുറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. BJPക്ക് വോട്ട് ഷെയർ അവിടെ ഉയരുന്ന തരത്തിലോട്ട് ഇത്തവണ കാര്യങ്ങൾ മാറുമെന്നുള്ളതും സർവേ പോലും സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷേ എങ്കിൽ പോലും സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ LDFന് അടിപതറും, UDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും വ്യക്തമാണ്. തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉടനീളം വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കേണ്ടത്, ഭരണം നിലനിർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകം എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് പത്തനംതിട്ട പോലുള്ള സ്ഥലത്ത് നിലവിൽ 5 സീറ്റുകളും തൂത്തുവാരിയ ഒരു സ്ഥലത്ത് ഒരു തിരിച്ചടി ലഭിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞാൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി തന്നെ മാറുമെന്നുള്ളതും ഒരു ക്ഷീണമായി തന്നെ നിലനിൽക്കുമെന്നുള്ളതും വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? LDF അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല സർവേ ഫലങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു പ്രകടനം LDFന് പത്തനംതിട്ടയിൽ കാഴ്ചവെക്കാൻ ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഭരണം നിലനിർത്താനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം UDF നിലവിലൊരു സീറ്റുകളും ഇല്ലെങ്കിൽ പോലും വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് 2-3 സീറ്റുകളെങ്കിലും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമോ സർവേ റിസൾട്ട് പറയുന്ന കണക്കെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമാണ്. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകളൊന്നും തന്നെ പറയുന്നില്ലെങ്കിൽ പോലും അവർക്ക് വളരെ കടുത്ത പോരാട്ടം നടത്താൻ സാധിക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അവർക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് പത്തനംതിട്ട എന്ന കാര്യത്തിൽ സംശയമില്ല. സർവേ റിസൾട്ടുകളെ വെല്ലുന്ന തരത്തിൽ അവർക്ക് ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമോ, അതല്ല വോട്ട് ശതമാനത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്.